ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ യാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ പേര് ഫാദർ ഇട്ടി തോമസ് കാട്ടാമ്പാക്കൽ. ഞാൻ വാകത്താനും പൊങ്ങന്താനും സ്വദേശിയാണ്. ഞാൻ വൈദികനായിട്ട് 8 വർഷം ആകുന്നു. ഇതെൻ്റെ 4ാമത്തെ ദേവാലയമാണ് കുറിച്ചി സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് ഓർത്തഡോക്സ് വലിയ പള്ളി. ദൈവവചനവും ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ആരാധന ഗീതങ്ങളുമൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും രോഗങ്ങളിലുമൊക്കെ അനുഗ്രഹമായി ദൈവകൃപയായി മാറുമ്പോൾ അത് നമ്മുടെ ഈ ലോകയാത്രയിൽ അത് വലിയ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മളെ ഇടയാക്കുന്നു. ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ ജനിപ്പാനും ജീവിപ്പാനും ആരാധന നിറഞ്ഞ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാനും മാലാഖമാരോട് ചേർന്ന് വിശുദ്ധന്മാരോട് ചേർന്ന് ദൈവത്തെ പാടിപ്പുകഴ്ത്തുന്ന ആ ജീവിത അനുഭവത്തിലേക്ക്, ആത്മീയ അനുഭവത്തിലേക്ക് നമ്മെ ദൈവം തമ്പുരാൻ വിളിച്ചടിപ്പിക്കുമ്പോൾ നമ്മുടെ ഓരോ ആരാധനയും ഓരോ ഗീതങ്ങളും അത് നമുക്ക് സ്വാന്തനമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മീയയാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന ഈ പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഞാൻ ആദ്യമായി പാടുകയും ചെയ്യുന്ന ഗീതം ലോകത്തിലേക ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും എന്നുള്ള ഗീതമാണ്. ലോകത്തിൽ ക്രിസ്തുവല്ലാതെ മറ്റൊന്നും നമുക്കില്ല എന്നുള്ള ബോധ്യം നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ആ വചനവും അവൻ്റെ സാന്നിധ്യവും അവൻ്റെ കൃപകളും നമുക്കെന്നും അനുഗ്രഹവും ദൈവകൃപയുമായി നമ്മുടെ ഭൗതിക ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലുമായി മാറുമ്പോൾ ആ ക്രിസ്തുവിനെ പാടിപ്പുകഴ്ത്തുവാനുള്ള നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആ വലിയ സൗഭാഗ്യം, അതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തുകയും എൻ്റെ ആദ്യ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കുമായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ആ പാട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തി പാടും ഞാൻ, എന്നും വാഴ്ത്തി പാടും ഞാൻ. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. ശക്തിയാലെ നിത്യവും, ശക്തിയാലെ നിത്യവും. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം നേടിയ പാപിയാമെന്നെ. ഓടും മലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടും മലാക്കിലേക്കു പാടുകൾ
ഏറ്റു ഞാൻ മാറുവാനാവതില്ലിനി ലോകത്തിലേകയാശ്രയം എന്നീശു മാത്രം ശോകങ്ങളേറി വന്നാലും മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായി നാദനാദിശു മാറായുണ്ടി മരുവതിൽ സാരമില്ല മാറായി നാദനാദിശു മാറാത്ത വാക്കുതന്നോൻ മാറുമോ ആയവൻ മാറാത്ത വാക്കുതന്നോൻ മാറുമോ ആയവൻ മാറാമധുരമാക്കിടും മാറാമധുരമാക്കിടും വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനുമൂലനേറുന്നേ വിശ്വാസ കപ്പൽ താഴുമോ ഈ ഉലകിൽ ഈശാനുമൂലനേറുന്നേ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലേകയാശ്രയം എന്നീശു മാത്രം ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനെ നീ മതി വേണ്ടായി ലോക ഇമ്പം പ്രിയനെ നീ മതി എന്നും വാഴ്ത്തി പാടും ഞാൻ എന്നും വാഴ്ത്തി പാടും ഞാൻ. അടുത്തതായി ഞാൻ ആലപിക്കുന്ന ഗീതം ഉയർത്തിയിടും ഞാൻ എൻ കൺകൾ. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും ഹൃദയങ്ങളും മനസ്സും ദൈവത്തിങ്കിലേക്ക് ഉയർത്തപ്പെടണമെന്ന് നമുക്കറിയാം. അപ്രകാരം ഏകാഗ്രതയോടും ശാന്തതയോടും ദൈവസന്നിധിയിൽ ആരാധിക്കുമ്പോൾ ആലപിക്കുമ്പോൾ അവിടുന്ന് ലഭിക്കുന്ന കൃപ എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. അവിടെ ദൈവസന്നിധിയിൽ ദൈവമക്കൾക്ക് ദൈവത്തെ പാടിപ്പുകഴ്ത്തുവാൻ ലഭിക്കുന്ന ഓരോ നിമിഷവും അത് അനുഗ്രഹമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മാറുമ്പോൾ നമ്മുടെ വേദനകളിലും രോഗങ്ങളിലും പ്രയാസങ്ങളിലുമൊക്കെ ദൈവത്തിൻ്റെ ആ വലിയ ശബ്ദം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തി നമ്മുടെ മനസ്സ് ദൈവത്തിലേക്ക് സമർപ്പിച്ച് ഈ ഗീതം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരോളും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയിൻ പാലകൻ താൻ ഇല്ലെനിക്ക് ഖേദമൊട്ടും. ശത്രുക്കളെല്ലാം
ശത്രുഭീതി നീക്കിയെന്നെ മാത്രതോറും കാത്തിടുന്നു. നീതിയിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ശോഭയേറും സ്വർപ്പൂരിയിൽ തീരമതിൽ ചേർന്നിടുന്നു. ശോഭിതപൂരത്തിൻ വാതിൽ എൻ മുൻപിൽ ഞാൻ കണ്ടിടുന്നു. വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോൻ ധ്യാനിച്ചിടും നേരമെൻ്റെ മാനസം മോദിച്ചിടുന്നു. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയാരുളും വൻകീരിയിൽ. പരിശുദ്ധ സഭയിൽ ആരാധന ശുശ്രൂഷയിൽ പ്രത്യേകാൽ ഉയർപ്പ് പെരുന്നാളിന് ശേഷം ഖണ്ഡിപ്പിൻ്റെ ശുശ്രൂഷയിൽ അൻപുടയോന് പകരമായി ഉപയോഗിക്കുന്ന ഒരു ഗീതമാണ് വിസ്മയസഹിതം ഖബർ പൊളിഞ്ഞു എന്നുള്ളത്. ഈ ഗീതം എനിക്ക് ഇഷ്ടപ്പെടുവാനുള്ള പ്രധാന കാരണം എന്നെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് വഴിപിടിച്ച് നടത്തിയ കാലം ചെയ്ത അഭിമന്യ ഗീവറീസ് മാർ ഈവാനിയോസ് മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു ഗീതമായിരുന്നു വിസ്മയസഹിതം ഖബർ പൊളിഞ്ഞു എന്നുള്ളത്. ദേറായിൽ സെമിനാരിൽ പോകുവാനുള്ള പ്രാരംഭ പഠനകാലത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് തിരുമേനി ആ ഗീതം കൂടുതൽ ഇഷ്ടപ്പെടുകയും കുർബാനയിലും പ്രത്യേകമായ സന്ദർഭങ്ങളിലുമൊക്കെ ആ ഗീതം ആലപിക്കുന്നത് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ നിലയിൽ ആ ഗീതത്തോടുള്ള ഒരു സ്നേഹം, ഒരു വലിയ ഒരു താല്പര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. ആ നിലയിൽ അടുത്തതായി വിസ്മയസഹിതം ഖബർ പൊളിഞ്ഞു എന്നുള്ള ഗീതം എല്ലാവർക്കുമായി പാടുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ആ പാട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. വിസ്മയസഹിതം ഖബറു പൊളിഞ്ഞു നരകം വിലപിച്ചു പ്രലപിത നാരികളവിടെയണഞ്ഞു. കർത്തൻ തന്നുടെ ദേഹത്തെ നീക്കിയോ യൂദർ ഖബറിന്നു. വീരനാന്തൻ ഉത്ഥാനം അത്ഭുതമാ.
ദുതിമയനമാലാകർഷണം അറിയിച്ചു നാരികളെ മശിഹാരാജൻ ഉദ്ധിതനായി വീടില്ല പോകുവിൻ അറിയിച്ചിടുവിൻ ഗലീലയ്ക്കായവൻ പോയെന്ന് കാണുമാവിടു സ്ഥാനത്തിൻ അത്ഭുതങ്ങൾ. വിമലത നിറയും നാരികളിൽ സത്വാർത്ത കേട്ടപ്പോൾ ശ്രീഹന്മാരുടെ സവിതമണൻ ോദിയവർ മശീഹ മരണത്തെ കൊന്നു ബന്ധിതരെയും വിടുവിച്ചു കർത്തുദർശനമതിനായി പോയിടുവിൻ. ഗലീല തന്നിൽ മേളിച്ചു ശ്ലീഹന്മാർ 11 ഉദ്ധിത മണവാളനെ അവരും കണ്ടവിടെ സൈത്തിൻ പർവ്വത മതിലേറി വാഴ്ത്തിദാനം പരമേറി പാറക്കലിതായി അവർക്കായി താനീ. ഗുരുവരനുടെ തിരുമുറിവുകളിൽ സ്പർശേന ഭാഗ്യത്താൽ തോമാശ്ലീഹ വിശ്വാസം കൈക്കൊണ്ടു. എൻ കർത്താവൻ ദൈവവുമേ തലമുടുതാതൻ ഘോഷിച്ചു കർത്തൃവേലയ്ക്കായി മോദാൽ പ്രേഷിതനാ. അടുത്തതായി ഞാൻ ആലപിക്കുന്ന ഗീതം എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിയിടും ഞാൻ. നമുക്കറിയാം, നമ്മുടെ ആരാധനയുടെ എല്ലാം ശ്രേഷ്ഠത എന്ന് പറയുന്നത് അത് മനോഹരമായ ഗാനങ്ങളാൽ സമ്പുഷ്ടമാണ് എന്നുള്ളതാണ്. അനേക ക്രിസ്തീയ ഗാനങ്ങൾ സഭയുടെ പാരമ്പര്യത്തിൽ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ പാരമ്പര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഗീതങ്ങളെല്ലാം നല്ല അനുഗ്രഹങ്ങളും കൃപകളും ദൈവികമായ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവകൃപയുടെയും വഴിത്താരകൾ മനുഷ്യൻ്റെ ഭൗതികമായ ജീവിതത്തിലും ആത്മീകമായ ജീവിതത്തിലും നൽകുന്നുണ്ട്. ദുഃഖങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ നിറഞ്ഞ സന്ദർഭങ്ങളിൽ ദൈവത്തെ, ആ മാറ്റമില്ലാത്ത ദൈവശബ്ദത്തെ മനോഹരമായ ഗാനങ്ങളിലൂടെ നമ്മൾ ദൈവസന്നിധിയിൽ ആലപിക്കുമ്പോൾ അവിടുന്ന് ലഭിക്കുന്ന കൃപ എത്ര വലുതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമുക്കെല്ലാവർക്കും ചേർന്ന് എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും എന്ന ഗീതം നമുക്ക് പാടാം. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ.
എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ. എൻ്റെ കാൽവറി നായകൻ യേശു മതി, എൻ്റെ പാവങ്ങൾ അകറ്റിടുവാൻ. എൻ്റെ കാൽവറി നായകൻ യേശു മതി, എൻ്റെ പാവങ്ങൾ അകറ്റിടുവാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. പരനൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. പരനൻ വിളി കേട്ടിടുമ്പോൾ പരമാനന്ദം ലഭിച്ചിടുമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമാകറ്റിടുമേ. എൻ്റെ അകൃത്യങ്ങളൊക്കെയും അവൻ കൃപയാൽ അതിവേഗമാകറ്റിടുമേ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. തൻ്റെ മാധുര്യമേറിടും നാമമതി സ്തുതി ഗീതങ്ങൾ പാടിടും ഞാൻ. എന്നേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിടും ഞാൻ. അടുത്തതായി എൻ്റെ ഇഷ്ടഗാനങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു ഗീതമാണ് കരുണക്കടലെ ഞാൻ നോക്കും എന്നുള്ളത്. അനേക വൈദ്യന്മാരുടെ പക്കൽ കടന്നു ചെന്നിട്ടും അവർ ഔഷധമെല്ലാം നൽകിയിട്ടും എൻ്റെ രോഗത്തിനൊരു കുറവുമില്ല എന്ന് പാട്ടുകാരൻ അതിൽ പാടുകയാണ്. നമുക്കറിയാം നമ്മുടെ ക്രിസ്തു എത്ര ശ്രേഷ്ഠനായ വൈദ്യനാണ്. അനേക രോഗികൾ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വചനത്തിലൂടെയും സ്പർശനത്തിലൂടെയും സാമീപ്യത്തിലൂടെയുമൊക്കെ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ഒരു സ്വർഗീയ വൈദ്യനെയാണല്ലോ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഗീതം ആലപിക്കുമ്പോൾ അതിലെ ഓരോ വരികളും എത്ര ആഴമേറിയ ദൈവസ്നേഹത്തിൻ്റെ കരുതലിൻ്റെ അനുഭവമാണ് ദൈവമക്കൾക്ക് നൽകുന്നത്. കരുണക്കടലെ ഞാൻ നോക്കുമെന്ന ഗീതം നമ്മുടെ രോഗങ്ങളിലും പ്രയാസങ്ങളിലും അത് ആലപിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗീതം നിങ്ങൾക്കായി ഇപ്പോൾ സമർപ്പിക്കുന്നു.
കരുണക്കാടലെ ഞാൻ നോക്കും. ദേവാതാനയാം എൻ പാപം പെരുകി പിഴകൾ വർത്തിച്ചയ്യോ. കഴുകണമെൻ നീ സോപ്പായാൽ ഈകണമെൻ ബാഷ്പാൽ വെണ്മ പിതൃസ്നേഹത്താൽ യാചിക്കും നീ ഞാൻ. ഹസിക്കരുതേ എന്നീ വൈരി തേറും നാരരിൽ ദൂതന്മാർ പ്രീതന്മാരായി തീർന്നിവ ചൊല്ലട്ടെ. അനുദാപികളിൽ തൻവാതിൽ രാപകലിങ്ങു തുറന്നിടും. ഹല്ലേലൂയ. നാദ സ്തുത്യൻ നീ നോക്കണമെൻ ദുരിതം നാദ. പലതരദോഷം ഞാൻ ചെയ്തു കോപിപ്പിച്ചു. ശരണമെനിക്കില്ല. വൈദ്യന്മാർ പക്കൽ ഞാൻ പോയി അവരൗഷധമെല്ലാം ചെയ്തിട്ടില്ലൊരു ഗുണവും. എൻ വൃണമോ കാഠിനം. നൽവൈദ്യ നിന്നെയോ നിൻ ഔഷധഗുണവും ഞാൻ കേട്ടു. നിങ്ങൾ വരുന്നോൻ സുഖമേൽക്കും നൂനം. എൻ പാപത്തിൽ ഞാൻ ചാകാൻ ഇടയാകരുതയ്യോ നാഥ. എൻ ബാഷ്പങ്ങൾ ചൊരുങ്ങിയിടും നീപ്പോൾ. ആജമോമാടു ചെങ്ങാലിയോ കുറുപ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി അർപ്പിക്കും നില്ല. ശമവോന്തൻ ഭവനി വന്ന പാവി സ്ത്രീ പോൽ ഒരു തുള്ളി കണ്ണീർ കണ്ടൻ മേദയതോന്നേണമേ. തിരുജനകൻ സ്നേഹത്താലും മാതാവിൻ പ്രാർത്ഥനയാലും ഹല്ലേലൂയ. പൊറുക്കണമെൻ പീഴകൾ. അടുത്തതായി ഇഷ്ടഗാനങ്ങളിൽ എനിക്ക് പ്രിയപ്പെട്ട ഗീതമെന്ന് പറയുന്നത് എൻ്റെ ബാല്യകാലത്തിൽ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്നെ വിശുദ്ധ മദ്ബഹായിലേക്ക് കൈപിടിച്ചുയർത്തി കൈവെപ്പ് നൽകിയ വന്ദിനായ കരിപ്പാൽ കുര്യൻ തോമസ് അച്ഛൻ എഴുതി സംഗീതം നൽകി പ്രിയപ്പെട്ട അച്ഛൻ തന്നെ ആലപിച്ച 7 കൂദാശകളെപ്പറ്റി, സഭയുടെ 7 കൂദാശകളെപ്പറ്റി പ്രതിപാദിക്കുന്ന താതൻ നൽകി കൂദാശകൾ എന്നുള്ള ഗീതമാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചൊലുത്തിയ ഒരു ഗീതമാണ്. കൂദാശകളെപ്പറ്റി ബാല്യകാലത്ത് കൂടുതൽ പഠിക്കുവാനും എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ആലപിച്ച ഗീതം
അത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ ഗീതം നിങ്ങൾക്കായി ഇപ്പോൾ പാടുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. താതൻ നൽകി കൂദാശകൾ തിരുസഭയുടെ പൊന്മക്കൾക്കായി മാമോദീസ ശുദ്ധിയെഴുമൂറോൻ കുംഭസാരം വിശുദ്ധ കുർബാന പരിഭാവനമാവിവാഹം നിർമ്മലപട്ടത്വം ആശ്വാസം പകരാന രോഗീലവനവും കൃപയുടെ ദൃശ്യകർമ്മങ്ങൾ താതൻ നൽകി നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ രക്ഷയ്ക്കായി നമ്മുടെ രക്ഷയ്ക്കായി. അടുത്തതായി ആലപിക്കുന്ന ഗീതം മൽപ്രിയനെ എന്നേശു നായകനെ എപ്പോൾ വരും. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ വരവിനെ നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. കർത്താവ് രണ്ടാമത് എഴുന്നള്ളി വരുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനയും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ലക്ഷ്യവും നിത്യജീവൻ്റെ അനുഭവമാണ്, ക്രിസ്തുവിനോട് ചേർന്നുള്ള വാസമാണ്. ആ നിലയിൽ നമ്മുടെ ക്രിസ്തുവിൻ്റെ ആ വരവിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ഈ മനോഹരമായ ഗീതം, അതിൻ്റെ ഓരോ വരികളും ആ ക്രിസ്തുവിനെ എതിരേൽക്കുവാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി അനുഭവമായി മാറുവാൻ ആ ഗീതം കൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഗീതം നിങ്ങൾക്കായിട്ട് ഇപ്പോൾ സമർപ്പിക്കുന്നു. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും. എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നേശുവേ വാനമേകേ വേഗം വന്നിടണേ. എന്നേശുവേ വാനമേകേ വേഗം വന്നിടണേ. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാം ആ പൊന്മുഖം മുത്തുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ. മൽപ്രിയനേ എന്നേശു നായകനേ എപ്പോൾ വരും.
വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ വെണ്മവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഗമതിൽ ചേർന്നു നിൻ സാവിതേ വന്നു ഹല്ലേലൂയ പാടുവാൻ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങും നീ ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഒരുങ്ങും നീ മൽപ്രിയനേ എന്നീശു നായകനേ എപ്പോൾ വരും സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ അപളുമ്പുന്ന തീരെ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള എൻ സ്വർഗ വീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മണാള മൽപ്രിയനേ എന്നീശു നായകനേ എപ്പോൾ വരൂ മൽപ്രിയനേ എന്നീശു നായകനേ എപ്പോൾ വരും എൻ കണ്ണീർ തുടച്ചിടുവാൻ അങ്ങയെ ആശ്ലേഷിപ്പാൻ എന്നീശുവേ വാനമേകേ വേഗം വന്നിടണേ എന്നീശുവേ വാനമേകേ വേഗം വന്നിടണേ മൽപ്രിയനേ എന്നീശു നായകനേ എപ്പോൾ വരും എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മറ്റൊരു ഗീതമാണ് നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവികൾ പാടിയിടും ഞാൻ. നമ്മുടെ ജീവിതം എത്ര ധന്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്. നല്ല കാഴ്ചകളും നല്ല ജീവിത അനുഭവങ്ങളും സകലവിധമായ ജീവികളാലും ജീവജാലങ്ങളാലും അനുഗ്രഹപ്രദമായ ഒരു ലോകത്തിൽ അതിൻ്റെ മകുടമായ സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ച് അത് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ആരാധന ജീവിത അനുഭവങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ജീവിത അനുഭവങ്ങളെല്ലാം നൽകി നമ്മെ കൈപിടിച്ച് ദൈവം ഉയർത്തുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്ന് നമുക്കറിയാം. ആ നിലയിൽ എത്ര മനോഹരമായ ഗീതമാണ് ആ വരികളിലൂടെ ആ സംഗീതത്തിലൂടെ നമുക്ക് കേൾക്കുവാനും ശ്രവിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മെ എത്രമാത്രം അനുഗ്രഹിച്ച ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പാടി പുകഴ്ത്താം. ആ ഗീതം നിങ്ങൾക്കായി ഇപ്പോൾ സമർപ്പിക്കുന്നു. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയ
പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. അവശ്യഭാരങ്ങളേറിടുമ്പോൾ ആർത്തനായുള്ളം കലങ്ങിടുമ്പോൾ അവൾ തീർത്ഥാനന്ദ മേകിയോൻ താൻ ആശ്വാസദായകൻ യേശുപരൻ. ഹല്ലേലൂയാ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. കർത്താവറിയാതെയില്ലാവുന്നെൻ ജീവിതയാത്രയിൽ ചൊല്ലുവാനായി നേരിടും ശോധന വേളകളിൽ നീക്കുപോക്കേകി പുലർത്തിയിടുന്നാൻ. ഹല്ലേലൂയാ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. മരണപാശങ്ങളുയർന്ന നേരം ശരണം തന്നരികിൽ തൻ ചിറകിൻ മീതെ മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാതെ എന്നുമെൻ ചാരയുണ്ട്. ഹല്ലേലൂയാ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിയിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എണ്ണി എണ്ണി സ്തുതി പാടിയിടും ഞാൻ. ഹല്ലേലൂയാ പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം. അടുത്തതായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗീതം യേശുവല്ലാതില്ല എനിക്കൊരാശ്രയം ഭൂവിൽ എന്നുള്ള ഗീതമാണ്. ഈ ഭൂമിയിൽ ദൈവമല്ലാതെ മറ്റൊരു നാമം, മറ്റൊരു സംരക്ഷണം ദൈവമനുഷ്യർക്കില്ല എന്ന് നമുക്കറിയാം. ഈ ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ആ നേടിയ സൗഭാഗ്യങ്ങൾ ദൈവകൃപയില്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ
അത് ശ്രേഷ്ഠമായി തീരുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവം നൽകുന്ന ഓരോ ദിനവും ഓരോ അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും, അത് പണമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ജീവിത നേട്ടങ്ങളാകട്ടെ, ഇതെല്ലാം എൻ്റെ ദൈവം നൽകിയ ദാനമാണെന്നുള്ള ബോധ്യത്തോടുകൂടെ താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോഴാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ നല്ല ശിഷ്യന്മാരായി മാറുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തട്ടെ. നമുക്കെല്ലാവർക്കും ചേർന്ന് ഈ ഗീതം ദൈവസന്നിധിയിൽ ആലപിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയമായ ഊർജം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആ മനോഹരമായ ഗീതം നിങ്ങൾക്കായിട്ട് ഇപ്പോൾ സമർപ്പിക്കുകയാണ്. യേശുവല്ലാതില്ലേനിക്കോരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ. ഈ പാരിലും പരത്തിലും നിസ്തൂലനൻ പ്രിയൻ എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരോ. എന്നേശു മാത്രം മതിയേനിക്കേതു നേരത്തും. എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമെൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ലൻ രോഗശാന്തിക്കാൻ. നിൻ മാർവിടം എന്നാശ്രയം എൻ യേശു കർത്താവേ. എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തും. ഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസാഖിയ. ഈ ലോക സാഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എൻ യേശു മാത്രം മതിയേനിക്കേതു നേരത്തു. ആത്മീയ
ജീവിതയാത്രയിൽ എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ദൈവം മനുഷ്യർക്ക് നൽകിയ വലിയ വരദാനമാണ് അവൻ്റെ നാമത്തെ പാടി പുകഴ്ത്തുവാനുള്ള ആ വലിയ കൃപ നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവവചനം, ദൈവശബ്ദം മനോഹരമായ ഗാനങ്ങളിലൂടെ ലോകത്തിന് വേണ്ടിയും സർവ്വസൃഷ്ടിക്ക് വേണ്ടിയും മനുഷ്യർക്ക് വേണ്ടിയും നമ്മളത് ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ പ്രിയപ്പെട്ടതും ഇഷ്ടമായതുമായ ഗാനങ്ങൾ ഞാൻ നിങ്ങൾക്കായി ഇവിടെ പാടി അവിടുന്ന് ലഭിക്കുന്ന ആത്മീകമായ ഊർജം നിങ്ങളുടെ വഴിത്താരയിൽ ജീവിതയാത്രയിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ഈ മനോഹരമായ ഗീതങ്ങൾ നിങ്ങളെ പ്രത്യേകമായി സജ്ജീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പാടിയ ഗീതങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻ്റെ ബാല്യം മുതൽ എൻ്റെ ഈ ആത്മീക ജീവിതയാത്രയിൽ എന്നെ സ്പർശിച്ച, എനിക്ക് ഹൃദയത്തിൽ ഞാൻ ഏറ്റുവാങ്ങിയ ഗീതങ്ങളാണ്. ആ ഗീതങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതയാത്രയിലും അത് അനുഗ്രഹമായി തീരുവാൻ സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹങ്ങളും ആശംസകളും ഈ പ്രോഗ്രാമിനും ഈ ടെലിവിഷൻ പരിപാടിക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.